എല്ലാവർക്കും നമസ്കാരം. ഗ്രിൽ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൈക്രോവേവിൽ വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാണല്ലേ? എങ്ങനെയാണെന്ന് ഒന്ന് കണ്ടു നോക്കാം. 1/2 കിലോ ചിക്കനുള്ള മസാലയൊക്കെയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. ഞാൻ 2 കഷ്ണമേ ഗ്രില്ല് ചെയ്തുള്ളെങ്കിലും ബാക്കി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതനുസരിച്ച് വേണം നിങ്ങളും അതിന് വേണ്ട മസാലകൾ ചേർക്കാനും. ഗ്രിൽ ചിക്കന് മസാല എങ്ങനെയാണ് പിടിപ്പിക്കുന്നതെന്ന് നോക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്ലീനാക്കി എല്ലാം വെള്ളമെല്ലാം തുവർത്തി ഒക്കെ ശരിയാക്കി എടുത്തിരിക്കുന്നതാണ്. 1/2 കിലോയുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണാണ് ഇട്ടത്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 3 ടേബിൾ സ്പൂൺ തൈര്, 1 നാരങ്ങയുടെ നീര്. ഇത് ഞാൻ നീര് പിഴിഞ്ഞ് ഐസ് ട്രേയിൽ വെച്ച് ഫ്രീസ് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് വേറെ കവറിലാക്കി ഓരോന്നോരോന്ന് സൂക്ഷിച്ചതാണ്. ഒരു കവറിലോട്ട് ഇതെല്ലാം കൂടി ഇട്ടാൽ അതങ്ങനെ വേറെ വേറെ കഷ്ണങ്ങളായിട്ട് ഐസ് ക്യൂബ്സായിട്ട് കിടക്കും. പക്ഷെങ്കിൽ കറണ്ട് പോയെങ്കിൽ പിന്നെ അതങ്ങ് അലിഞ്ഞ് എല്ലാം കൂടി കട്ടയാകും. അതുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഉണ്ടാക്കി വെക്കുക. വീണ്ടും അലിഞ്ഞു പോയെങ്കിൽ അതിനെ ട്രേയിലാക്കി ഐസാക്കി ക്യൂബ്സാക്കി മാറ്റി കവറിനകത്താക്കി ഫ്രീസറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നാരങ്ങ അഴുക്കായി പോകത്തുമില്ല. കുറേശ്ശെ നമുക്കെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യാം. ഓരോ ക്യൂബ്സ് ഓരോ സമയത്തെടുത്ത് ഉപയോഗിക്കാം. പച്ചമുളക് 2 എണ്ണം പേസ്റ്റാക്കിയത്. ഇത് ഞാൻ ഗ്രീൻ ചില്ലി സോസ് ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കുന്നു സോസായിട്ട് തന്നെ. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, മുളക് പൊടി 1 ടേബിൾ സ്പൂണ്. എരിയുള്ള മുളകോ അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടിയോ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. എരിവ് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിരിക്കുന്നത്. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാല 1 ടീസ്പൂൺ. ഇത് ഞാൻ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്. ജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. കുക്കിംഗ് ഓയിൽ 2 ടേബിൾ സ്പൂണാണ് ഇതിൽ ചേർക്കേണ്ടത്. എന്നാൽ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. ഇനി ഇതിനകത്ത് റോസ്റ്റ് ചെയ്ത കടലമാവിൻ്റെ പൊടിയും ചേർക്കാവുന്നുണ്ട്. നമ്മുടെ പൊട്ടുകടലയുടെ പൊടി അത് 1 ടേബിൾ സ്പൂൺ. ഒന്ന് പിടിച്ചാൽ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് കടലപ്പൊടി ചേർക്കുന്നത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാലയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി മസാലയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഉരുട്ടിയെടുക്കാം. നന്നായിട്ടിങ്ങനെ തേച്ച് പിടിപ്പിക്കുക. അതായത് നമ്മൾ വരഞ്ഞ് കൊടുത്തതിനകത്തൂടെ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഇതിന് ഒരു 5 മണിക്കൂറെങ്കിലും വെളിയിൽ വെച്ചിട്ട് വേണം ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കാൻ. ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ ഓവർനൈറ്റ് കൂടുതൽ വെക്കരുത്, അത് നല്ലതല്ല. ചിക്കൻ ഇളക്കുന്നതിന് മുമ്പ് അരപ്പിൻ്റെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാവുന്നതാണ്. ഉപ്പ് ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി ഗ്രില്ല് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് മൈക്രോവേവിൻ്റെ ഗ്ലാസ് ട്രേയുടെ മുകളിൽ വെക്കുന്ന ഒരു തവയാണ്, ഇരുമ്പിൻ്റെയാണ്. ഇത് കുറേ നാളായതുകൊണ്ട് ഇത് തുരുമ്പൊക്കെ എടുത്ത് ഇങ്ങനെ ആയിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ഇത് നമ്മുടെ ആഹാരത്തെ ടച്ച് ചെയ്യുന്നില്ല. ഇത് ഗ്രിൽ റാക്കാണ്. ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കുക ട്രേയുടെ മുകളിലേക്ക്. ഇനി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഈ ഗ്രില്ലിൻ്റെ മുകളിലേക്ക് വെക്കുക. ഇനിയും ഇതിൻ്റെ മുകളിലേക്ക് ബട്ടർ തൂത്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് തൂത്താലും മതി. ഞാനിപ്പോൾ നെയ്യാണ് തൂക്കുന്നത്. പക്ഷെ നമ്മളിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇതുപോലത്തെ ബ്രഷ് ഉപയോഗിക്കാൻ പാടില്ല. ഇത് സിലിക്കോൺ ബ്രഷാണ്. ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ദൂഷ്യം ചെയ്യുന്ന ഒരു സാധനമാണ്. ഇതിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന തണുത്ത പ്രതലത്തിലാണ്. അതേസമയം ചൂടുള്ള ഭാഗങ്ങളിൽ ഇത് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. നമ്മുടെ പ്ലാസ്റ്റിക് കവറൊക്കെ പോലെ തന്നെയാണ്, സിലിക്കോണാണിത്. ഇങ്ങനെ തൂത്ത് കൊടുക്കുക നന്നായിട്ട്. ഇതിൻ്റെ അടിയിൽ ഈ ചെറിയ ഇരുമ്പ് തവ വെച്ചിരിക്കുന്നത്, ഇതിൽ നിന്ന് ഇത് വേഗം അനുസരിച്ച് താഴോട്ട് ഇതിൻ്റെ ജ്യൂസ് വീണുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ
ഗ്ലാസ് ട്രേ ഒത്തിരി അങ്ങ് അഴുക്കാകും. പിന്നെ അത് തേച്ച് കഴുകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും അത് ഇളക്കി എടുക്കേണ്ടത് കൊണ്ടും ഒക്കെയാണ് ഇങ്ങനത്തെ തവ അടിയിൽ വെക്കുന്നത്. മൈക്രോവേവ് തുറന്ന് ചിക്കൻ നിരത്തേണ്ടത് വലിയ ഗ്രിൽ റാക്കിലാണ്. അതായത് 2 എണ്ണം ഉണ്ട്, വലുതും ചെറുതും. വലിയതിൽ എടുക്കുക. ട്രേയോടെ ഈ ഗ്രില്ല് അതിലോട്ടൊക്കെ കയറ്റി വെക്കുന്നു. ഇനി അടച്ചിട്ട് ഇതിൽ ഈ ഗ്രിൽ മൈക്രോ ഗ്രില്ല് എന്നുള്ളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ലൈറ്റ് കത്തും. അപ്പോൾ അതിൽ ഗ്രില്ലിൽ ഒന്നും കൂടി അങ്ങ് ഞെക്കി കൊടുക്കണം. ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വന്നു, എന്തോ കോംബോ 1 എന്ന് വന്നു. കോംബോ 1 എന്നാണ് വന്നേക്കുന്നത്. ഇത്രയുമായി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈമിങ് കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു 15 മിനിറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് 10 മിനിറ്റിൻ്റെ ആണ്. 10 മിനിറ്റ് വന്നു. പിന്നെ അതിൻ്റെ കൂടെ 5 മിനിറ്റ് കൂടെ കൊടുക്കുക. ഇപ്പോൾ 15 മിനിറ്റും ആയി കഴിഞ്ഞു. ഇനി ഓണാക്കുക. പത്ത് മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിനെ ഒന്ന് മറച്ചിട്ട് നോക്കാം. വീണ്ടും കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തേക്ക് കുറച്ച് ബട്ടർ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ചൂടിലെ ചകിരിയുടെ ബ്രഷാണ്. അത് ആമസോണിലൊക്കെ മേടിക്കാൻ കിട്ടും. 200 രൂപയുള്ളൂ വില. ഇങ്ങനത്തെയൊക്കെ മേടിച്ച് വേണം ദോശയൊക്കെ ഉണ്ടാക്കാൻ. അല്ലാതെ സിലിക്കോൺ ബ്രഷ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അത് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഹാനികരമാണ്. ഇനി വീണ്ടും ഇതിനെ മൈക്രോവേവിലേക്ക് വെക്കുകയാണ്. കോംബോ 1 ഇട്ട് 15 മിനിറ്റ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. നമ്മളിത് ആദ്യമായിട്ട് വെക്കുന്നതിന് മുമ്പ് ഇത് റീഹീറ്റ് ചെയ്യേണ്ടതായിരുന്നു. മൈക്രോവേവ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പറയാൻ വിട്ടുപോയതാണ്. എന്തായാലും ആദ്യം ചെയ്യുമ്പോൾ റീഹീറ്റ് ചെയ്ത് 5 മിനിറ്റെങ്കിലും റീഹീറ്റ് ചെയ്തിട്ട് വെക്കുക. വീണ്ടും ഗ്രിൽ മൈക്രോയിൽ തന്നെ വെക്കുക. അതിനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ കോംബോ 1 വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു 10 മിനിറ്റ്, പിന്നെ ഒരു 5 മിനിറ്റും കൂടെ. അപ്പോൾ ഇതിനെ 15 മിനിറ്റിലിട്ട് മൈക്രോവേവ് ഓണാക്കി. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഇത് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി കുറച്ചും കൂടി മുരിഞ്ഞും ഗ്രില്ലും ഒക്കെ ആയി കിട്ടണമെങ്കിൽ ഒന്നും കൂടി ഒരു 5 മിനിറ്റ് വീതം 2 സൈഡ് മാറി മാറി ഒന്ന് വെച്ചാൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുക. ഇതിനിപ്പോൾ ഇത്ര ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതങ്ങ് ഇറക്കി വെച്ചോന്ന് മാത്രം. ഓക്കെ, ഇനി വേറൊരു വീഡിയോയുമായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണേ, മറക്കാതെ. അപ്പോൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോഴേ അങ്ങ് സപ്പോർട്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ ഫുള്ളങ്ങ് കണ്ടോ. ഓക്കെ, ബൈ.